Good morning, children. Welcome to Social Studies class. Today we are going to study our 11th chapter, Transport and Communication. Okay, Transport and Communication. The whole world today is linked by a wide network of transport and communication. This makes movement of goods possible and contributes to the development of industries and the economy of a nation. The rapid development in the field of science and technology has brought about a great change in the means of transport and communication. This has made it possible for the people all over the world to travel safely and in comfort. Our country has an extensive network of transport system. All the major means of transport, that is by land, by air, and by water, have been equally developed in the last few decades. Okay, so the whole world is today is linked by a wide network of transport and communication. നമ്മളുടെ ലോക രാജ്യങ്ങൾ മുഴുവനും പരസ്പരം എന്താ ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാല് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ത്രൂ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്പോർട്ട്, ഗതാഗതം. അതുപോലെ തന്നെ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ത്രൂ ഇന്റർനെറ്റ് ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ, ടെലിഫോൺ, കമ്പ്യൂട്ടർ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളിൽ കൂടിയും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ, പരസ്പരം രാജ്യങ്ങൾക്ക് സാധനങ്ങൾ, ഗൂഡ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ അല്ലെ. ദിസ് മേക്സ് ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് പോസിബിൾ ആൻഡ് contributes to the development of industries and economy of a nation. അപ്പം ഇപ്പൊ നമുക്ക് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സാധനങ്ങൾ കയറ്റി അയക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻഡസ്ട്രീസ്, നമ്മളുടെ വ്യവസായങ്ങളിലൊക്കെ വളർച്ചയുണ്ടാവും. നമ്മളുടെ ഇൻഡസ്ട്രീസിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് എന്താ, അത് നമ്മളുടെ രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെ, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചക്ക് കാരണമാവുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഈ ട്രാൻസ്പോർട്ടിന്റെയും കമ്മ്യൂണിക്കേഷന്റെ ഈ ഒരു വൈഡ് നെറ്റ്വർക്ക് ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ ഇതിലൊക്കെയുള്ള ഡെവലപ്മെന്റ്സ് എങ്ങനെയാ വന്നിട്ടുള്ളത്? The rapid development in the field of science and technology has brought about a great change in the means of transport and communication. നമ്മളുടെ ട്രാൻസ്പോർട്ടിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെയുള്ള ഈ മാറ്റങ്ങൾ അല്ലെ, ആദ്യകാലത്തുള്ളത് പോലെ, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ ട്രാൻസ്പോർട്ട് അല്ല ഇപ്പൊ ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നു. അപ്പൊ ഇതിനൊക്കെയുള്ള കാരണം എന്താ, നമ്മളുടെ സയൻസ്, ശാസ്ത്രത്തിലും അതുപോലെ ടെക്നോളജി, സാങ്കേതിക വിദ്യയിലും ഒക്കെയുള്ള മാറ്റങ്ങളും ഡെവലപ്മെന്റ്സും ഇതൊക്കെയാണ് എന്ത്, നമ്മളുടെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ഡെവലപ്മെന്റ്സിന് കാരണമായിട്ടുള്ളത്. Okay, this has made it possible for the people all over the world to travel safely and in comfort. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇപ്പോ ആൾക്കാർക്കായാലും ജനങ്ങള് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ദൂരയാത്ര പോവാനൊക്കെ എന്താ, നമുക്ക് സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള എല്ലാ സിസ്റ്റംസും ഇപ്പോ നമുക്കുണ്ട്. Okay, our country has an extensive network of transport system. All the major means of transport, that is by land, by air, and by water, have been equally developed in the last few decades. അതുപോലെ നമ്മളുടെ രാജ്യത്തുള്ള എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഓഫ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, എല്ലാ തരത്തിലുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റവും, എല്ലാ തരത്തിലുള്ള ഗതാഗതവും നമ്മളുടെ രാജ്യത്ത് ഇപ്പോ ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് റോഡ് ട്രാൻസ്പോർട്ട്, ബൈ ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റോഡ് ട്രാൻസ്പോർട്ട് ആവാം, റെയിൽ ട്രാൻസ്പോർട്ട് ആവാം, ഇതൊക്കെ ലാൻഡാണ്. പിന്നെ ബൈ എയർ എന്ന് പറഞ്ഞാൽ നമ്മളെ എയർ ട്രാൻസ്പോർട്ട്, അതായത് ബൈ എയറോപ്ലെയിൻസും ഹെലികോപ്റ്റേഴ്സും ഒക്കെ നമ്മൾ ട്രാവലിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബൈ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജലഗതാഗതം, അതായത് ഷിപ്സ്, ബോട്ട്സ്, ഇതൊക്കെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടിനായിട്ട്. അപ്പൊ ഈ എല്ലാ തരത്തിലുള്ള ട്രാൻസ്പോർട്ടും നമ്മളുടെ രാജ്യത്ത് ഇപ്പൊ കുറച്ച് ദശാബ്ദങ്ങളായിട്ട് ഉണ്ട് അല്ലെ. എല്ലാം നമ്മൾ ഈക്വലി ഡെവലപ്ഡ്, എല്ലാത്തിനും അതിൻ്റെതായ പുരോഗതികൾ ഉണ്ട്. അതായത് ലാൻഡ് ട്രാൻസ്പോർട്ട് ആയാലും, എയർ ട്രാൻസ്പോർട്ട് ആയാലും, വാട്ടർ ട്രാൻസ്പോർട്ട് ആയാലും. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോഡ് വേസ് എന്ന് പറഞ്ഞാൽ എന്താ, ലാൻഡ് ട്രാൻസ്പോർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈസ് റോഡ് വേസ്.
India has a very wide network of roadways. They link almost every village, town and city in our country. നമ്മളുടെ രാജ്യത്ത് ഒരുവിധം എല്ലാ ഭാഗത്തും എന്തുണ്ട്, റോഡുകളുണ്ട് അല്ലെ. അതിപ്പോ വില്ലേജിലായാലും ടൗൺസിലായാലും സിറ്റീസിലായാലും എല്ലാ ഭാഗത്തും ഒരു വൈഡ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ്. എല്ലാ റോഡ്സും എന്താ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ എവിടെയും റോഡ് അവസാനിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല, അതായത് മെയിൻ റോഡ്സ്. Okay, so the Grand Trunk Roads is one of the oldest and largest major road. അപ്പൊ ഇന്ത്യയിലുള്ള ഏറ്റവും പുരാതന, ഏറ്റവും പഴയതും അതുപോലെ തന്നെ ഏറ്റവും പുരാതനമായത് അതുപോലെ തന്നെ ഏറ്റവും വലുതുമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റോഡാണ് ഇത്, the Grand Trunk Road. Okay, the Grand Trunk Road, and this road was built by Emperor Sher Shah Suri in 1542. 1542 ഷേർഷാ സൂരി എന്നുള്ള ഒരു ചക്രവർത്തിയാണെന്ത് ഈ ഒരു ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇന്ത്യയിൽ നിർമ്മിച്ചത്. ഓക്കെ, ദിസ് റോഡ് കണക്ട്സ് ദ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ റീജിയൻസ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഈസ്റ്റേൺ കിഴക്ക് ഭാഗം മുതൽ അതുപോലെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വരെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് റൺസ് ഫ്രം വെസ്റ്റ് ബംഗാൾ അക്രോസ് നോർത്ത് ഇന്ത്യ ഇൻ ടു പെഷവാർ ഇൻ പാകിസ്ഥാൻ. വെസ്റ്റ് ബംഗാൾ ഈസ്റ്റേൺ സൈഡിലുള്ള വെസ്റ്റ് ബംഗാൾ മുതൽ ഇതെന്താ പാകിസ്ഥാനിലെ പെഷവാറിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, നോർത്ത് ഇന്ത്യയിൽ കൂടെ പാകിസ്ഥാനിലെ പെഷവാർ എന്ന സ്ഥലത്തേക്ക് ഈ റോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ലീഡ്സ് ടു അഫ്ഗാനിസ്ഥാൻ ത്രൂ ഖൈബർ പാസ് ആൻഡ് ടു ഇറാൻ ത്രൂ ബോലാൻ പാസ്. അതുപോലെ ദ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ലീഡ്സ് ടു അഫ്ഗാനിസ്ഥാൻ. അതുപോലെ അഫ്ഗാനിസ്ഥാനിലേക്കും ഈ റോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഖൈബർ പാസും ബോലാൻ പാസും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അതായത് എബോർഡ് ഓഫ് സ്നോ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഖൈബർ പാസ്, ബോലാൻ പാസ്, അതായത് ഹിമാലയൻ മൗണ്ടൻസിൽ കൂടിയുള്ള പാസേജസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതിൽ കൂടെ അഫ്ഗാനിസ്ഥാനിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാൻഡ് ട്രങ്ക് റോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. The country's road network consists of expressways, national highways, state highways, major district roads and village roads. ഓക്കെ, അപ്പോ നമ്മളുടെ രാജ്യത്ത് നമുക്കിപ്പോ എല്ലാതരം റോഡുകളും, അതായത് എക്സ്പ്രസ് ഹൈവേസ് ഉണ്ട്, നാഷണൽ ഹൈവേസ് ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്, അതുപോലെ ഡിസ്ട്രിക്ട് റോഡ്സ് ഉണ്ട്, വില്ലേജ് റോഡ്സ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു റോഡുകൾ ഉണ്ട് വില്ലേജസിൽ. അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ച് വീതി കൂടിയ റോഡ്സ് ഉണ്ട്. അതുപോലെ നമ്മളുടെ നാഷണൽ ഹൈവേസ് ഏറ്റവും കോമൺ ആയിട്ട്. പിന്നെ വലിയ വലിയ സിറ്റീസിലാണെങ്കിൽ എക്സ്പ്രസ് ഹൈവേസും നാഷണൽ ഹൈവേസും ഒക്കെ ഉണ്ട്. Okay, and this person is Sher Shah Suri. Okay, and this is the first Grand Trunk Road. And now you can see the Grand Trunk Road today. Next, the highway connecting Shimla to Leh in Ladakh is the world's highest motorable highway. അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഗതാഗത യോഗ്യമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹൈവേ ആണ് ഇത്. ഷിംലയിൽ നിന്ന് ലേയിലേക്ക്, ലഡാക്കിലെ ലേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഹൈവേ ആണ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഹൈവേ എന്ന് പറയുന്നത്, നല്ല ഉയരം കൂടിയത്. ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ദ ഹൈവേ കണക്ടിങ് ഷിംല ടു ലേ ഇൻ ലഡാക്ക്. ഈസ് വേൾഡ്സ് ഹയസ്റ്റ് മോട്ടോറബിൾ ഹൈവേ. Okay, and next we are going to study about national highways. The most important roads in India are the national highways, NH. The National Highways Authority of India, NHAI, is responsible for the maintenance and the management of national highways in India. The Golden Quadrilateral, a 6-lane highway network, has been developed recently, connecting the metropolitan cities Delhi, Kolkata, Chennai and Mumbai. Okay, so national highways എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ റോഡ്സ്, മെയിൻ ആയിട്ടുള്ള നാഷണൽ ഹൈവേസ് ഒക്കെ ആരുടെ കീഴിലാണ്? ദ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI. അവരാണെന്ത്
ഇതിന്റെ മെയിൻ്റനൻസ്, നമ്മളുടെ നാഷണൽ ഹൈവേന്റെ മെയിൻ്റനൻസിനൊക്കെ, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അത് മാനേജ് ചെയ്യുന്നതൊക്കെ ഈ NHAI ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലുള്ള ദ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ, എ 6 lane ഹൈവേ നെറ്റ്വർക്ക്, 6 വരിപ്പാത നമ്മൾ പറയാറില്ലേ, അത് ഇപ്പോ ഇന്ത്യയിൽ റീസെന്റ് ആയിട്ട് എന്താണ് നിർമ്മിച്ചിട്ടുണ്ട്. ഏതൊക്കെ സിറ്റീസിനെ കണക്ട് ചെയ്യുന്നത്? റീസെന്റ് കണക്ടിങ് ദ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ, a 6 lane highway network has been developed recently, connecting the metropolitan cities like cities Delhi, Kolkata, Chennai and Mumbai. Okay, അപ്പൊ ഇത്രയും സിറ്റീസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുള്ള 6 lane highway നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. And important highways in India. And which are the important highways in India? NH3, NH4, NH7, NH8, NH24, NH47 and NH48. NH3, first NH3 ആണ്. NH3 എന്ന് പറയുന്നത് it is a busy freeway and runs through Maharashtra, Madhya Pradesh, Rajasthan and Uttar Pradesh. ഓക്കെ, അപ്പൊ ഇത്രയും സിറ്റീസിൽ കൂടെ പോകുന്ന NH3 ഉണ്ട്. അതുപോലെ തന്നെ NH4 ആണെങ്കിലോ ഇറ്റ് ഈസ് ദ ഹൈവേ ബിറ്റ്വീൻ മുംബൈ ആൻഡ് ചെന്നൈ. ഓക്കെ, മുംബൈനെയും ചെന്നൈനെയും കണക്ട് ചെയ്യുന്ന ഒരു ഹൈവേ ആണ്. ഇറ്റ് പാസസ് ത്രൂ ബംഗളൂരു ആൻഡ് പൂനെ ആൻഡ് ഇസ് one of the busiest highways in India. NH4 is one of the busiest highways in India and it is between Mumbai and Chennai. Okay, it is a highway between Mumbai and Chennai. And third is NH7. NH7, it is the highway running between Uttar Pradesh and Chennai. Okay, Uttar Pradesh and Chennai connect NH7. Then NH8. NH8 is the major commercial road that links Mumbai with New Delhi. Okay, Mumbai and New Delhi connect highway another NH8. Then next NH24. NH24, it runs from Delhi to Lucknow. Okay, this highway runs from Delhi to Lucknow. Then next NH47, it is an extremely busy highway that runs through Tamil Nadu and southwest coast of Kerala. Okay, NH47, Tamil Nadu and Kerala southwest coast, അതായത് തെക്ക് പടിഞ്ഞാറൻ തീരപ്രദേശം കേരളത്തിന്റെ ഇതിൽ കൂടെ പോകുന്ന ഒരു നാഷണൽ ഹൈവേ ആണ് ഇത് NH47. ഈ NH എന്നുള്ളത് നാഷണൽ ഹൈവേ ആണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ NH48, ഇറ്റ് കണക്ട്സ് Mangalore city with Bengaluru city. Okay, മംഗലാപുരം സിറ്റിയും ബാംഗ്ലൂർ സിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഹൈവേ ആണ് ഇത് NH48. ഇത്രയാണ് റോഡ് വേസിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് റെയിൽവേസ്. ഓക്കെ, റെയിൽവേസ്. India has the largest railway system in Asia and the 4th largest in the world. The first railway in India was started in 1853 between Mumbai and Thane, covering a distance of about 34 kilometers. It was started during the British rule in India. Railways are the most comfortable means of transport and hence preferred by travelers all over the country. Large amount of commodities are carried to the centers of industries and markets for sale within the country by trains. There are special trains called goods trains used for this purpose. The manufactured products are thus made available to every citizen of the country. So our next type of transport is railways. അതായത് നമ്മളുടെ ട്രെയിൻസ്, നമ്മൾ റെയിൽവേസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ മനസ്സിൽ വരുന്നത്? ട്രെയിൻ അല്ലെ. നമ്മളുടെ ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള, ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സിസ്റ്റമാണ് ഇത് ഇന്ത്യയിലുള്ള റെയിൽവേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേൾഡിലെ 4th ലാർജസ്റ്റ് റെയിൽവേസ് ആണ് ഇന്ത്യയിലുള്ളത്.
Okay, അപ്പോൾ ഇന്ത്യയിലെ ഫസ്റ്റ് റെയിൽവേ എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? The first railway in India was started in 1853 between Mumbai and Thane. Okay, covering the distance of about 34 kilometers. മുംബൈ മുതൽ താനെ വരെയുള്ള റെയിൽവേ ആണ്. അത് 1853-ലാണ്. ഓക്കെ, അതാണ് ഇന്ത്യയിലുള്ള ഫസ്റ്റ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബ്രിട്ടീഷ് റൂള്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്തായിരുന്നു റെയിൽവേ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്, അല്ലെ, റെയിൽവേ സ്ഥാപിച്ചത്. സോ റെയിൽവേസ് ആർ ദ മോസ്റ്റ് കംഫർട്ടബിൾ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹെൻസ് പ്രിഫേർഡ് ബൈ ട്രാവലേഴ്സ് ഓൾ ഓവർ ദ കൺട്രി. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ദൂരയാത്രയൊക്കെ പോകുമ്പോഴായാലും ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്പോർട്ടാണ് ഏത്? റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ട്രാവലേഴ്സ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് റെയിൽവേസിനെയാണ്. Okay, and large amount of commodities are carried to the centers of industries and markets for sale within the country by trains. അല്ലെ, അതുപോലെ ഒരുപാട് ചരക്കുകൾ ഒക്കെ എന്താണ്, സാധനങ്ങളൊക്കെ ട്രെയിനിൽ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഗൂഡ്സ് ട്രെയിനിനെ കുറിച്ച് അറിയാം, അല്ലെ. There are special trains called goods trains used for this purpose. അപ്പൊ ചരക്കുകളൊക്കെ കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന ട്രെയിൻ എന്താ പറയാ? ഗൂഡ്സ് ട്രെയിൻ. The manufactured products are thus made available to every citizen of the country. അതുകൊണ്ട് തന്നെ എന്താ, ഇപ്പൊ ഒരുപാട് ചരക്കുകളൊക്കെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രെയിനിൽ അയക്കുന്നു. അപ്പോ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? രാജ്യത്തെ എല്ലാ പൗരനും സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അവൈലബിൾ ആകുന്നുണ്ട്. Okay, Indian Railway is divided into 16 zones with their headquarters located in the major cities of the country. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഓരോ സോൺ ആയിട്ട് 16 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ സിറ്റിയിലായാലും. The railways use 3 types of rail gauges: broad gauge 1.69 meters, meter gauge 1 meter, and narrow gauge 0.77 meters. അപ്പം റെയിൽവേസിനെ നമ്മൾ 3 types ആയിട്ട്, the railways use 3 types of rail gauges. 3 തരത്തിലുള്ള റെയിൽ ഗേജസ് നമ്മളുടെ റെയിൽവേസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഗേജസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് റെയിൽ ഗേജസ്? ഫസ്റ്റ് വൺ ഇസ് ബ്രോഡ് ഗേജ്, ആൻഡ് സെക്കൻഡ് ഇസ് മീറ്റർ ഗേജ്, ആൻഡ് തേർഡ് ഇസ് നാരോ ഗേജ്. ഓക്കെ, അപ്പൊ ഗേജ് എന്ന് പറയുന്നത് എന്താ? ഗേജ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 rails on which trains move. ഓക്കെ, അപ്പൊ 2 റെയിൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് ഒരു ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ അതിന്റെ മീറ്റേഴ്സിന്റെ ഡിഫറൻസിനനുസരിച്ച് ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ് ആൻഡ് നാരോ ഗേജ് ഇങ്ങനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. Almost the whole country is connected through railways, including the hill stations. The railways even cut through the mountain ranges by the way of tunnels. For example, the Ghat route cuts through the Western Ghats, the Vindhyas and Satpuras. അപ്പോൾ നമ്മളുടെ റെയിൽവേസ് എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷൻസിലെ ഹില്ലി ഏരിയാസിലെ കൂടിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിൻസ്, റെയിൽവേസ് ഇപ്പൊ പോസിബിൾ ആണ്, അല്ലെ. വലിയ വലിയ ടണൽസിന്റെ ഉള്ളിലേക്ക് കൂടെയൊക്കെ നമുക്ക് ഇപ്പൊ തുരങ്കത്തിന്റെ ഉള്ളിലേക്ക് കൂടെയൊക്കെ എന്താണ് റെയിൽസ് ഉണ്ടാക്കിയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്, അതായത് റെയിൽ ട്രാൻസ്പോർട്ട് നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ വെസ്റ്റേൺ ഘാട്സിലെ കൂടി, വിന്ധ്യ സത്പുര ഹിൽസിന്റെ ഇതിലെ കൂടെയൊക്കെ റെയിൽ ട്രാൻസ്പോർട്ട് നടത്തുന്നുണ്ട്. ഓക്കെ, there are different types of trains like superfast, express and slow passenger train. They provide all comforts within the compartments for the passengers. The superfast trains have limited halts and the passengers can reach their destinations quickly. അപ്പോ പലതരത്തിലുള്ള ട്രെയിൻസ് ഉണ്ട് നമ്മളുടെ ഇന്ത്യയിലാണെങ്കിൽ. ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, എക്സ്പ്രസ് ട്രെയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലോ പാസഞ്ചർ ട്രെയിൻസ് ഉണ്ട്. സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റഡ് സ്റ്റോപ്സേ ഉണ്ടാവുള്ളൂ, മെയിൻ സ്റ്റേഷൻസിൽ മാത്രം നിർത്തുന്ന, അതായത് നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. അതാണ് സൂപ്പർ ഫാസ്റ്റ് പറയുന്നത്. പിന്നെ അതിനേക്കാളും കുറച്ച് സ്പീഡ് കുറഞ്ഞത് എക്സ്പ്രസ് ട്രെയിൻസ്, പിന്നെ ഉള്ളത് സ്ലോ പാസഞ്ചർ ട്രെയിൻസ്. അങ്ങനെ ട്രെയിൻസും അതിന്റെ സ്പീഡിന്, അതിന്റെ വേഗതയ്ക്കൊക്കെ അനുസരിച്ചിട്ട് ഡിഫറെന്റ് ട്രെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ഇന്ത്യയിലുള്ള ഫാസ്റ്റസ്റ്റ് ട്രെയിൻസ് ആണ് ഏതൊക്കെ? ദ രാജധാനി ആൻഡ്
the Shatabdi Express. Okay, but Rajdhani Express, Shatabdi Express one and the India fastest trains. They connect major cities and important tourist spots. Okay, about നമ്മളുടെ ഇന്ത്യയിലെ മേജർ സിറ്റീസിൽ കൂടെ പോകുന്ന 2 ട്രെയിൻസ് ആണ് ഇതൊക്കെ, രാജധാനിയും അതുപോലെ the Shatabdi എക്സ്പ്രസും. The Palace on Wheels is a luxurious train which portrays the culture of the state of Rajasthan and connects major cities of Rajasthan with Delhi. The Deccan Queen that connects major tourist spots of Maharashtra is also a luxury train. These 2 trains were introduced to attract foreign tourists. അതുപോലെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഇതാക്കിയിട്ടുള്ള 2 ട്രെയിൻസ് ആണ് ഇതൊക്കെ, ദ പാലസ് ഓൺ വീൽസ് അതുപോലെ ദ ഡെക്കാൻ ക്വീൻ. പാലസ് ഓൺ വീൽസ് എന്നുള്ള ഇതൊരു ലക്ഷൂറിയസ് ട്രെയിൻ ആണ്, കൂടാണ്ട് അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതായത് ഫോറിൻ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇന്ത്യയിൽ കൂടെ ഓടുന്ന ട്രെയിൻസ് ആണ് ഇതൊക്കെ പാലസ് ഓൺ വീൽസ്. പാലസ് ഓൺ വീൽസ് മെയിൻ ആയിട്ട് രാജസ്ഥാനിലേക്ക് കൂടെ ഒക്കെ പോകുന്നതാണ്. അത് ടൂറിസ്റ്റ് ഏരിയാസിൽ, ഇതൊരു ടൂറിസ്റ്റ് പെർപ്പസിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അതുപോലെ ഡെക്കാൻ ക്വീൻ, ഡെക്കാൻ ക്വീൻ ഏതിലെ കൂടെയാ, മഹാരാഷ്ട്രയിൽ കൂടെ പോകുന്ന ട്രെയിൻ ആണ് ഡെക്കാൻ ക്വീൻ. ഓക്കെ, അത് മേജർ ടൂറിസ്റ്റ് സ്പോട്സിൽ കൂടെയാണ് പോകുന്നത്. ആൻഡ് many years ago steam engines were used, but now they are being replaced by diesel and electric engines to increase the speed of trains and quicken the traveling time. Railways are the most convenient and safe means of transport which link almost all parts of the country. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ എങ്ങനെയായിരുന്നു സ്റ്റീം എഞ്ചിൻ അല്ലെ, അതായത് ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്റ്റീം എഞ്ചിൻ, കൽക്കരി ഉപയോഗിച്ചിട്ടൊക്കെ ആയിരുന്നു എന്ത് ട്രെയിൻ ട്രാൻസ്പോർട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്തായി മാറി, അതിന് പകരം ഡീസലും അതുപോലെ ഇലക്ട്രിക് എഞ്ചിൻസും ഒക്കെ വന്നു. അതൊക്കെ എന്താ നമ്മളുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആണ്. അതുകൊണ്ട് എന്താ ട്രെയിൻസിന്റെ വേഗതയും കൂടി. Okay, quicken the traveling times. So railways are the most convenient and safe means of transport which link almost all parts of the country. നമ്മളുടെ രാജ്യത്ത് ഏകദേശം എല്ലാ ഏരിയാസിലും എന്തുണ്ട്, റെയിൽ ട്രാൻസ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും സേഫ് ആയിട്ടും അതുപോലെ കൺവീനിയന്റ് ആയിട്ടും ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടാണ് ഇത് റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ,